ഹായ് ഓൾ, ഇത് നമ്മളൊരു കഥ പറയാനാണ് വന്നേക്കുന്നത്. 2014 KCBA എക്സാം. പണ്ടത്തെ കാലത്ത് ആ സമയത്തൊക്കെ PSCയുടെ പരീക്ഷ നടക്കുന്നത് വളരെ തിയറി പരമായിട്ടാണ്. ആ സമയത്ത് അന്നൊരു ബുക്ക് ഭയങ്കര ഫേമസ് ആണ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. ഇന്നും അതുണ്ട്, പക്ഷെ എന്നാലും ആ കാലത്ത് ആ പറയുന്ന PSCയുടെ പരീക്ഷകളെല്ലാം കോർത്തിണക്കി അവരൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ബുക്കിൻ്റെ അകത്തെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റിംഗ് ആയിട്ട് വരാറുള്ളത്. അപ്പൊ ഞാൻ അന്ന് ഗേറ്റിന് പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. ഇലക്ട്രിക്കലിൽ എനിക്ക് ഒത്തിരി സ്റ്റുഡൻസുകളുണ്ട്. അപ്പൊ ഈ പറയുന്ന ഇലക്ട്രോണിക്സുകാരും ആ പരീക്ഷ എഴുതുന്നുണ്ട് അന്നത്തെ കാലത്ത്. അപ്പൊ KCBA അന്ന് അവർക്കും ഇല്ല. അപ്പൊ എൻ്റെ അടുത്ത് ഈ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലുകാരുമായിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസുകൾ തന്നെ ഒരു 6 പേര് പഠിക്കാൻ വന്നു. അവരെ ഞാൻ 6 ദിവസം പഠിപ്പിക്കുകയും ചെയ്തു. ഈ 6 ദിവസം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഞാനൊരു വാക്ക് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങൾ ഈ പറഞ്ഞ പരീക്ഷ പാസ്സായി കയറിയാൽ, അത് പറഞ്ഞാൽ ആയാൽ 1.5 ലക്ഷം രൂപ തരണം. 1.5 ലക്ഷം രൂപ ഞാൻ പറയാൻ മെയിനായിട്ടൊരു കാരണം എന്താണെന്ന് അറിയോ? ഇവരുടെ ഈ പറഞ്ഞ ഞാൻ ഒരു 5-6 ദിവസം പഠിക്കുള്ളൂ എനിക്കറിയാം. ആ പഠിപ്പിക്കുന്ന ഈ ഇലക്ട്രോണിക് ബുക്കിന്റെ ബേസിസ് തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഈ പാറ്റേണിലാണെങ്കിൽ ഇവർക്ക് കിട്ടണം. അപ്പോൾ ഇവരുടെ കോൺഫിഡൻസ് ലെവലിനെ കൂട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ 1.5 ലക്ഷത്തിന്റെ കാര്യം പറഞ്ഞത്. പക്ഷെ ഏറ്റവും ഇതെന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ 6 ദിവസം ക്ലാസ് എടുത്തതിൽ 4 ദിവസം മാത്രം വന്ന് ബാക്കി 2 ദിവസം എനിക്ക് അമ്മയെ ഡ്രോപ്പ് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞുള്ള റീസണൊക്കെ പറഞ്ഞ് 2 പേരും. ആ 2 പേര് ക്വാളിഫൈഡ് ആയി, ബാക്കി എല്ലാവരും ക്വാളിഫൈഡ് ആയി. അതിൻ്റെ കൂടെ തന്നെ ഒരാൾക്ക് KCBA ആയിട്ട് നല്ല റാങ്ക് കിട്ടും. ഞാനിത് പറയാൻ കാരണം എന്താ പറയുക, ഈ പറഞ്ഞ 1.5 ലക്ഷം രൂപ തരുന്നതല്ല, ഞാൻ ഈ പറഞ്ഞ ആയി കയറിയ ആള് പിന്നീട് ഒരു സ്ഥലത്ത് വെച്ച് പറഞ്ഞു, ഒരു സ്റ്റേജിൽ വെച്ച് പറഞ്ഞത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, എന്നെ പഠിപ്പിച്ചത് ഇയാളല്ല, അല്ലെങ്കിൽ വേറൊരാളാണ്, അല്ലെങ്കിൽ വേറൊരു ഇതിലാണ്, ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞു വന്ന മറ്റൊരു ഇതിൽ വെച്ച് വേദിയിൽ കാണാനിട്ടയായി. ഞാൻ അവിടെ പഠിച്ചിട്ടാണ് ആയെന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്ക് നെഞ്ചിനുള്ളിൽ തീയാണ് അത് കേട്ടപ്പോൾ. കാരണം ഇവൻ എനിക്ക് പൈസ തന്നില്ലാത്ത മാത്രമല്ല വിഷമം, നമുക്ക് ഈ പൈസ വേണ്ടതാണ്. പക്ഷെ ഒന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. അത് ദൈവം തമ്പുരാന്റെ അനുഭവത്തിൽ പോലും, യേശുക്രിസ്തു പോലും ബൈബിളിൽ ഒരു കഥ പറയുന്നുണ്ട്. 10 പേരെ കുഷ്ഠരോഗം മാറ്റിയിട്ട് ഒരാളാണ് തിരിച്ചു വന്നത്. ഇവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ എങ്കിലും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒന്നേ ഉള്ളൂ, പഠിപ്പിച്ച് നമ്മൾ പാസ്സായി കഴിയുമ്പോൾ വന്ന വഴിയോടൊന്ന് ഓർത്തിരിക്കും നല്ലതായിരിക്കും. താങ്ക് യു.